പ്രൊഡക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മറ്റേ മെമ്പർ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചേരുന്നത് ഞാൻ വേഗം വിളിച്ചിട്ട് വരാം. അതുവരെ അനാമിക നിൽക്കുക. അപ്പോൾ നമ്മുടെ JMK എല്ലാവർക്കും സ്വാഗതം. നമ്മളെ JMK കുറെ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇനിയും ചെയ്യണം, മറക്കാതെ ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. നമ്മളെ മഹേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മഹേഷിനെ വിളിക്കാം. അപ്പോ ഇന്ന് നമ്മൾ എവിടെയാണെന്ന് അറിയുമോ? ഇന്ന് ഒരു പുതിയ റിസോർട്ട് ഉണ്ട്. അത് നരിബോയിൽ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോ ആ റിസോർട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അവിടെ ഒരു കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെ പ്രൊഡ്യൂസർ ആണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ എന്താ പറയേണ്ടത്, JMK പ്രൊഡക്ഷൻസിന്റെ പ്രൊഡ്യൂസർ ആണിത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാണ് ഈ റിസോർട്ട്. നമുക്ക് ഈ റിസോർട്ടിന്റെ ഉൾഭാഗം കണ്ടു നോക്കാം. കാണൂ, ഒരു ഹോംലി റിസോർട്ടാണിത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. അപ്പോ ഇതിന്റെ ചുറ്റുമായിട്ട് കുറെ സൈഡ് സീൻസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇത് ഇവിടുത്തെ കിച്ചൺ ആണ്. നോക്കൂ, കിച്ചൺ, ഒരു പുറത്തൊരു ബാത്റൂം ഉണ്ട്. നല്ല വേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അപ്പൊ നമുക്ക് വരും. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകണ്ട, മുകളില് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചുറ്റും എന്തൊക്കെയുണ്ട് എല്ലാതും നമുക്കൊന്ന് കണ്ടാലോ? വരൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റുഭാഗം കാണാൻ പോവുകയാണ്. നോക്കൂ, നോക്കൂ, ഇതാണ് ഇതിന്റെ ചുറ്റുഭാഗം. അപ്പൊ നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് അറിയാം. വരൂ, വരൂ. ഇതാണ് അവിടുത്തെ ചുറ്റുപാടൊക്കെ. നല്ല ഭംഗിയുണ്ട് ഈ ചുറ്റുപാടൊക്കെ. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ വരൂ, നമുക്ക് നോക്കാം. വരൂ, നമുക്ക് ചുറ്റുഭാഗം നോക്കാം. മാത്രമേ ഇതിൽ കാണാറുള്ളൂ. അപ്പോ വരൂ, നമുക്ക് നോക്കാം. നോക്കൂ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റോട്ടിലേക്ക് നമ്മൾ കുറച്ച് നടന്നു പോകണം. അപ്പോൾ നമ്മൾ ഈ റോട്ടിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. നേട്ടം പിടിക്കും. നമുക്ക് ഈ റോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കാം. വരൂ. അപ്പോൾ ഇതൊരു അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വരണം, എല്ലാവരും കാണാൻ. കണ്ടോ, ഇത് നോക്കൂ, ഇവിടെ ഫുള്ള് തൊടിയാണ്. മഴക്കാലത്ത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ പാടും അതൊക്കെയാണ്. വരൂ, പിന്നെ നമുക്ക് ഗേറ്റിലേക്ക് പോവാം. ഒരു നാടൻ സ്റ്റൈലാണ്. ഒരു കൃഷിയൊക്കെ ഉള്ള ഒരു നാടൻ സ്റ്റൈലിലാണ്. വരൂ, നമുക്ക് നോക്കാം. ഓ, നമ്മുടെ മഹേഷ് ബലൂണുമായി തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ മെയിൻ റോഡാണിത്. നോക്കൂ, അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മളെ ഈ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി റിസോർട്ടിൻ്റെ സൈഡൊക്കെ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഭാഗത്തൂടെ ഒന്ന് നടന്നൊക്കെ നോക്കാം. വരൂ, എല്ലാവരും എല്ലാവർക്കും ആകാംക്ഷ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് ഇത്.
ഞങ്ങൾ ആദ്യം എത്തിയിരുന്നു ഒരു പാടത്തിന്റെ. നോക്കൂ, ഒരു ജാതി തൈയാണിത്. ഒരു ജാതി തൈ ഒക്കെ ഉണ്ട്. അങ്ങനെ ദൃശ്യ മനോഹാരിതകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണിത്. കുറെ പൂക്കള് നോക്കി നോക്കൂ. ഞങ്ങൾ ആദ്യം എത്തിയിരുന്നു ഞങ്ങൾ തോട്ടിലൊക്കെ പോയപ്പോഴ. ഇതാണ് ഈ സ്ഥലത്തിന്റെ മനോഹാരിത. ഇനി വരൂ, ഞാൻ റിസോർട്ട് മൊത്തമായി കാണിച്ചു കൊടുക്കും. താഴെപ്പാടമൊക്കെ ഉണ്ട്. അതിപ്പം മിക്കവാറും കാണിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തന്നില്ലേ, ആ സ്ഥലം ദാ ഈ റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോകണ്ടോ? നമുക്ക് ഈ റിസോർട്ട് ഒന്ന് മുമ്പിൽ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഈ താഴെപ്പാടം അല്ലാതെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്ഥലത്തിന്റെ ഓണേഴ്സ് വരുന്നുണ്ട്. വരൂ, നമുക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അവരെവിടെയോ പോയി വരികയാണ്. അപ്പൊ എല്ലാവരും ഈ റിസോർട്ടിലേക്ക് വരണം. നമുക്ക് ഈ വീടൊന്ന് മൊത്തമായി കാണിക്കും. നോക്കൂ, ഇതാണ് നമ്മളെ ഈ റിസോർട്ടാണിത്. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്ന ഒരു വ്യൂ ആണ് ഈ റിസോർട്ടിന്റെ. വരൂ, നമുക്ക് ദാ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു നോക്കാം. കണ്ടോ, നല്ല ദൃശ്യമനോഹാരിതകൾ കൊണ്ട് നിറഞ്ഞ ഒരു റിസോർട്ട് തന്നെയാണിത്. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞൊരു റിസോർട്ട്. അപ്പോൾ എല്ലാവരും ഈ റിസോർട്ടിലേക്ക് വരണം, വന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിസ്സാണിത്, വലിയൊരു കാര്യം മിസ്സായി പോകും. ഇതൊക്കെ നമുക്ക് ചുറ്റിക്കാണാം. വരൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പാടമുണ്ട്. അപ്പോൾ ആ പാടത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ ഞങ്ങളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഞങ്ങളെ പ്രൊഡ്യൂസർ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അപ്പോൾ ആ പ്രൊഡ്യൂസറിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ റിസോർട്ടിലേക്ക് വന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ആ പാടത്തേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ. ഒരു എക്സൈറ്റിംഗ് പ്ലേസ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും വരണം. വന്നാൽ നിങ്ങൾക്ക് വലിയൊരു റിസോർട്ട് വേണമെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കയറാം. ഓക്കെ, നോക്കൂ, എല്ലാവരും നല്ല ഒരു തെങ്ങും പിന്നെ വാഴ, ജാതി, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു റിസോർട്ട് തന്നെയാണിത്. വളരെ ദൃശ്യമനോഹരിതമായ ഒരു റിസോർട്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയതാണ്. ഇവിടെ ഉള്ളൊരു മീൻകുളം കണ്ടോ, ഇതൊരു ഓൾഡ് ലുക്ക് തോന്നിക്കുന്നതാണ്. ഇതാണ് ഈ റിസോർട്ടിന്റെ ഗോഡൗൺ ആണിത്. കണ്ടോ, ഒരു ഓൾഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു വീട് പോലെയുണ്ട് അല്ലേ. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നാടൻ മീൻകുളം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ കറി വെക്കാറ്. ഞങ്ങൾ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മീനൊക്കെ വെച്ചാണ് ഇവിടെ ഞങ്ങൾ ഗസ്റ്റുകൾക്ക്. ഓക്കെ, കരിമീനൊക്കെ ഇവിടെ ഈ മീൻകുളത്തിൽ കിട്ടും. അപ്പോൾ ഈ റിസോർട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓർക്കുക, നിലമ്പൂരിൽ നരിപൊയിൽ പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുമാടം റോഡിലാണ് ഈ നരിപൊയിൽ പറഞ്ഞ സ്ഥലം. മെയിൻ റോഡിൽ തൊട്ട് സൈഡിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് മീൻകുളം കണ്ടില്ലേ എല്ലാവരും. വരൂ, നമുക്ക് മറ്റേ സ്ഥലത്തോട്ട് പോകാം. വരൂ. അവിടെ ഇപ്പുറത്തുമൊക്കെ വീടുകളാണ്. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടെമ്പിൾ ഉണ്ട്. ഒരു ടെമ്പിൾ. ഓക്കെ, നമുക്ക് ആ ടെമ്പിളിലേക്ക് പോയി. അവരെയാണ് ആ ടെമ്പിൾ നോക്കുന്നതൊക്കെ. വരൂ, ഒരു അടിപൊളി ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. ഇന്നൊരു നാടൻ ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതല്ലേ എല്ലാവരും നാടൻ ലുക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് വരൂ.
അപ്പോൾ രാത്രി സമയങ്ങളിൽ ഈ ടെമ്പിളിൽ വരണം. ഈ ദീപമൊക്കെ കത്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു ടെമ്പിൾ തന്നെയാണ്. പക്ഷേ രാത്രി സമയങ്ങളിൽ വന്നാൽ ഇത് തുറക്കാൻ പാടില്ല. അപ്പോൾ രാത്രി സമയങ്ങളിൽ വരണം. അപ്പോൾ നമുക്ക് അവിടെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ശിവനാണ്. വാ വരൂ നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടം. ഓക്കെ, അപ്പം നമുക്ക് ആ റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കാം. വരൂ. വരൂ. ഒരു സൂപ്പർ റബ്ബർ തോട്ടമാണിത്. ഒരു ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണിത്. എന്ന് വെച്ചാൽ വലിയ ഹൈ പോലെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ സൈറ്റ് സീൻസും അതിൻ്റെ ഭംഗികളൊക്കെ കണ്ടു നിൽക്കണം. അതാണ് ഈ റിസോർട്ടിൻ്റെ ഭംഗി, മെയിൻ തിങ്. ക്ലച്ച് റൂമിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നില്ല. ക്ലച്ച് റൂമിലേക്ക് പിന്നെ പോകാം. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. അങ്ങോട്ട് നോക്കി നോക്കൂ. നേരെ കാണുന്നതാണ് റോഡ്. ഇവിടുന്ന് നേരെ നമുക്ക് റോഡാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് റിസോർട്ട് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ഗേറ്റ് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. എല്ലാവരും വന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹ്യൂജ് ചാൻസ് നിങ്ങൾ മിസ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്തേക്ക് വരണം. ഇത് നിർബന്ധമാണ്. കണ്ടോ, കോഴികളൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഒരു സ്ഥലമാണ്. വരൂ. അപ്പം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡാണ്. വരൂ, നമുക്ക് കാണാം. നോക്കൂ, ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ. ഞാൻ വീണ്ടും കാണിച്ചു തരികയാണ്. ഇത് നമ്മുടെ ഓണറാണ്. ഓക്കെ, നോക്കൂ, കണ്ടോ ചെടികളൊക്കെ. കുറെ ചെടികളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ തന്നെ കുറെ ചെടികൾ. പിന്നെ പ്രത്യേകിച്ച് സൈറ്റ് സീനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്. ഈ റിസോർട്ട് നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ വരണം, എൻജോയ് ചെയ്യണം. ഒരു ഹ്യൂജ് ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയാൻ പാടില്ല. നിങ്ങൾ എന്തായാലും വന്നിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് മിസ്സാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും JMK പ്രൊഡക്ഷൻസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം.